ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ നല്ല ഓഫറിലൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ്, ബ്ലൂ മാസ്കിൻ്റെ ഒരു പെയർ, കൊബാൾട്ട് മാസ്കിൻ്റെ ഒരു പെയർ, അതേപോലെ ഒരു കോക്ടെയിൽ സിംഗിൾ പീസ് ഫീമെയിൽ, നോർമൽ ലവ് ബേർഡ് ഒരു പെയർ, ഫിഞ്ചസ് 16 എണ്ണം, അതേപോലെ തന്നെ സ്റ്റാൻഡ് 4 കേജ് അടക്കം 10,000 രൂപയാണ്. 10,000 ആണ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെയ്യുന്ന എടുക്കേണ്ടി വരും. പാലക്കാടാണ് ലൊക്കേഷൻ. അപ്പോൾ വന്നിരിക്കുന്നത് ഒരു പെയർ ബ്ലൂ മാസ്ക് ആഫ്രിക്കൻ ലവ് ബേർഡ് പെയർ, ഒരു പെയർ കൊബാൾട്ട് മാസ്കിൻ്റെ പെയർ, അങ്ങനെ 4 ബേർഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ കോക്ടെയിൽ 5ാമത്തെ ബേർഡ്, പിന്നെ 16 ഫിഞ്ചസ്, പിന്നെ ഒരു നോർമൽ ലവ് ബേർഡിൻ്റെ ഒരു പെയർ, പിന്നെ ഒരു കേജിൻ്റെ സ്റ്റാൻഡ്, 4 കേജസ് അടക്കം 10,000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. പാലക്കാടാണ് ലൊക്കേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെയ്യുന്ന എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാവുന്നതാണ്. ഫിഞ്ചസുകളുണ്ട്. ഈ കേജും ഇതൊക്കെ എല്ലാം എടുക്കണം അവർ 10,000 രൂപ ചോദിക്കുന്നത്. എന്തായാലും എടുക്കുന്നവർക്ക് എന്തായാലും ലാഭമാണ്. നല്ലൊരു ഓഫറാണ് വന്നിരിക്കുന്നത്. ഫിഞ്ചസ് ഉണ്ട്, കോക്ടെയിൽ ഉണ്ട്, ആഫ്രിക്കൻ ലവ് ബേർഡ് ഉണ്ട്, നോർമൽ ലവ് ബേർഡ്സ് ഉണ്ട്, കേജുകളുണ്ട്, സ്റ്റാൻഡ് അടക്കമാണ് 10,000 രൂപ അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ഒരു ഓഫറാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 4,500 രൂപയാണ്. ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ലാബിൻ്റെ ഫീമെയിൽ പപ്പീസിനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 4,500 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. ബ്ലാക്ക് ജർമ്മൻ ഷിപ്പേഡിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പേരൻസാണ് വന്നിരിക്കുന്നത്. പപ്പീസും ഫീമെയിൽ പപ്പിയുടെ കൊടുക്കാനുള്ളത് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്. പേരൻസിൻ്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 20,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ജർമ്മൻ ഷിപ്പേഡിൻ്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതാണ് മദർ ഡോഗ് വന്നിരിക്കുന്നത്. അതേപോലെ പപ്പീസും നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫുൾ ബ്ലാക്കിൻ്റെ പപ്പീസ് 20,000 രൂപ. ഫീമെയിൽ പപ്പിയാണ്. അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. പെറ്റായിട്ട് വളർത്താനായാലും ഗാർഡിംഗ് ഡോഗായിട്ട് വളർത്താൻ പറ്റിയാലും നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷിപ്പേഡ്. അതിൻ്റെ നല്ല അടിപൊളി ഒരു ഫീമെയിൽ പപ്പി. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അരോണ ഫിഷിൻ്റെ ഒരു ചെറുതാണ്, ബേബീസാണ് വന്നിരിക്കുന്നത്. അരോണ ഫിഷ് വൈപ്പിൻ ചെറായിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 599 രൂപയാണ്. 599 രൂപയാണ് ഈ അരോണ ഫിഷിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. വൈപ്പിൻ ചെറായിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകളും മുയലുകളും സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫാൻറ്റെയിൽസിൻ്റെ 2 ബ്രീഡിംഗ് പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 800 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അർജൻറ്റ് സെയിലാണ്. മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് 2 ബ്രീഡിംഗ് പെയർ ഫാൻറ്റെയിൽസ് അതേപോലെ തന്നെ മുയലുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇത് അടുത്ത് വന്നിരിക്കുന്നത് ഫാൻറ്റെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ചിക്കൻ വന്നിരിക്കുന്നത്. ഇത് പെയറിന് 800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ബ്ലാക്കും അതേപോലെ തന്നെ ഒരു വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. 800 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പ്രാവാണ് വന്നിരിക്കുന്നത്. മുയലുകൾ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ചെറുത് 180 രൂപയും വലിയത് 200 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി മുയലുകളാണ്, വലിയ സൈസൊക്കെ വരുന്നതാണ്. 180 രൂപയും അതേപോലെ 200 രൂപയാണ് വന്നിരിക്കുന്നത്.
മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരോട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫാൻറ്റെയിൽസിനും അതേപോലെ മുയലുകൾ എടുക്കാനുള്ളവർ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മുയലുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 200 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ, പീസ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. ലാബിൻ്റെ പപ്പീസും അതേപോലെ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലമ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സ്പിറ്റ്സിൻ്റെ പപ്പിക്ക് 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. സ്പിറ്റ്സിൻ്റെ മെയിൽ പപ്പിക്ക് 2500 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ലാബിൻ്റെ പപ്പീസ് വന്നിരിക്കുന്നത് പേരൻസ് ഫാദർ സർട്ടിഫൈഡ് ആണ് ലാബിൻ്റെ പപ്പി. അപ്പോൾ സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത് മലമ്പുഴയിൽ നിന്ന്. സെയിം ബ്രീഡറിൽ നിന്ന് സ്പിറ്റ്സിൻ്റെ മെയിൽ പപ്പിയും അതേപോലെ തന്നെ മെയിൽ ലാബിൻ്റെ 2 ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 7000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 2 ഫീമെയിൽ പപ്പീസ് 7000 രൂപ. മലമ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലാബിൻ്റെ ഫാദർ വന്നിരിക്കുന്നത് സർട്ടിഫൈഡ് ആണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പപ്പീസിന് സർട്ടിഫൈഡ് അല്ല, ഫീമെയിൽ പപ്പീസ് ഉള്ളൂ. ലാബിൻ്റെ 2 ഫീമെയിൽ പപ്പീസ് 7000 രൂപ. അപ്പോൾ ലാബിൻ്റെ പപ്പീസിനെ എടുക്കാനോ അല്ലെങ്കിൽ സ്പിറ്റ്സിൻ്റെ മെയിൽ പപ്പീനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. മലമ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതാണ് ഫാദർ ഡോഗ് വന്നിരിക്കുന്നത്. സർട്ടിഫൈഡ് ഡോഗാണ് ലാബ്. അടുത്തായിട്ട് നമുക്ക് ഒരു ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ചെറായിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പീനെ ഫ്രീ അഡോപ്ഷനാണ് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പപ്പിയുള്ളൂ. എറണാകുളം ജില്ലയിൽ ചെറായിയാണ് ലൊക്കേഷൻ. ഫ്രീ അഡോപ്ഷൻ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതേപോലെ പപ്പീസുകളും ഫ്രീ അഡോപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു കുതിരയാണ് വന്നിരിക്കുന്നത്. മെയിലാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4 വയസ്സ് പ്രായമുണ്ട്. 59 ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 59. ഇതിനവർ ചോദിക്കുന്നത് 1,30,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഇതിനപ്പോൾ നോക്കാൻ പറ്റാത്ത കാരണമാണ് കൊടുക്കുന്നത്. 1,30,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 4 വയസ്സ് പ്രായമുള്ള നോക്ര വിഭാഗത്തിൽപ്പെട്ട കുതിരയാണ്. ഹൈറ്റ് 59. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു കൊനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അഡൽട്ട് പെയർ 2 വയസ്സ് പ്രായമുള്ളത് വിത്ത് DNA ഉള്ളതാണ് വന്നിരിക്കുന്നത്. പന്തളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബ്ലൂ ഗ്രീൻ ചീക്ക് കൊനൂർ ഫീമെയിലും ബ്ലൂ യെല്ലോ സൈഡ് കൊനൂർ മെയിലും ആയിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയർ വിത്ത് DNA 2 വയസ്സ് പ്രായം. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 8,000 രൂപയാണ്. 8,000 റേറ്റ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബ് സാപ്സാൻ്റെ ഒരു സ്റ്റെഡ് മെയിലാണ് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുള്ളത്. കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ ലാബ് സാപ്സാൻ്റെ സ്റ്റെഡ് മെയിലിന് അവർ ചോദിക്കുന്നത് 15,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 2 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്റ്റെഡ് മെയിലാണ് ലാബ് സാപ്സാൻ്റെ. 15,000 രൂപയാണ് ചോദിക്കുന്നത്. കോട്ടയാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് കണ്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മൂച്ചിക്കൽ പാലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്, ബ്ലാക്ക് കളറുണ്ട്, ബ്രൗൺ കളറുണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 3,000 രൂപയാണ്. 3,000 ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ. ഇതാണ് മദർ ഡോഗ് വന്നിരിക്കുന്നത്. അതേപോലെ ഇതാണ് ഫാദർ വന്നിരിക്കുന്നത്. മദർ വന്നിരിക്കുന്നത് ബ്രൗണും ഫാദർ വന്നിരിക്കുന്നത് ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. പപ്പീസ് ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്.
ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 3000 ആണ്, 3000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാന്നാണ്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഡാഷ് കണ്ടിൻ്റെ പപ്പീസിനെ കിട്ടിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളും കോഴികളൊക്കെയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബർപ്പൻസ് ഉണ്ട്, സിറാസ് ഉണ്ട്, മുഗി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പീസ് റേറ്റ് അവർ 300 രൂപയാണ് ചോദിക്കുന്നത്. ചിക്സിൻ്റെ റേറ്റ് 300 രൂപ. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 300 രൂപയാണ്. ഏതെടുത്താലും അവർ ചോദിക്കുന്നുള്ളൂ ഇതിൻ്റെ റേറ്റുകൾ. അടുത്തായിട്ട് 4 മാസമായിട്ടുള്ള നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 350 രൂപയാണ് റേറ്റ് വെക്കുന്നത്. മലപ്പുറം തന്നെയാണ്, സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്. 350 രൂപയാണ് 4 മാസമായിട്ടുള്ള നാടൻ കോഴികൾ. റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാം ബൾക്കായിട്ട് കിടങ്ങിയ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അടുത്ത് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് 2 ചിക്സ് 1100 രൂപയാണ് അവർ റേറ്റ് ചോദിക്കുന്നുള്ളൂ. ബ്രീഡിംഗ് പെയറും അതേപോലെ 2 കുട്ടികളും കൂടി 1100 രൂപ. മലപ്പുറത്ത് നിന്നാണ് നമുക്ക് കോഴികളും പ്രാവുകളും 12ാമതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ബ്രഹ്മയുടെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ബ്രഹ്മയുടെ ഒരു ഫീമെയിൽ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തനംകോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കിറ്റൻസും പ്രാവുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല കിറ്റൻസാണ് വന്നിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സ് വന്നിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അതുപോലെ ഗോൾഡൻ കളറുണ്ട്, ഗോൾഡൻ വൈറ്റ് ഉണ്ട്. ഇതിൽ വൈറ്റ് മാത്രമാണ് ഫീമെയിൽ വന്നിട്ടുള്ളത്. ബാക്കി 3 മെയിൽ കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 4000 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ചോദിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണം മാത്രമാണ് ഫീമെയിലുള്ളൂ. പീസ് റേറ്റ് 4000 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഹിപ്പിയാണ് വന്നിരിക്കുന്നത്. ഹിപ്പി പെയർ 2 പെയർ ഹിപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2000 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവുകളെയും അതേപോലെ കിറ്റൻസിനെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഹിപ്പി 2 പെയറുണ്ട്. 2000 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പോത്തനംകോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഒരു ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡാണ് വന്നിരിക്കുന്നത്. 3 വയസ്സ് പ്രായമുള്ളത്. നല്ല ഹെൽത്തിയും അതുപോലെ നല്ല കണ്ടീഷനായിട്ടുള്ള ഡോഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് നോക്കുന്ന ആൾ പുറത്തോട്ട് പോവാണ്. അത് കാരണമാണ് കൊടുക്കുന്നത് ഫ്രീ അഡോപ്ഷൻ. അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു അടിപൊളി ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷനായിട്ട് കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 1 വയസ്സ് പ്രായമുള്ളത്. എറണാകുളം ജില്ലയിൽ പള്ളൂരുത്തിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. വിത്ത് KCI സർട്ടിഫൈഡ് ആണ്. 1 വയസ്സ് പ്രായമുള്ള നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള ബീഗിളിൻ്റെ ഫീമെയിൽ. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 15000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 1 വയസ്സ് ഫീമെയിലാണ്. അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയ അഡൾട്ട് ഫീമെയിൽ. 1 വയസ്സ് പ്രായമുള്ളൂ. വിത്ത് KCI സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് അടക്കമാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ അഡൾട്ട് ബീഗിളിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എറണാകുളം ജില്ലയിൽ പള്ളൂരുത്തിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ പള്ളിമുക്കാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൺ ഹീറ്റ് ആയിട്ടുള്ളൊരു ഫീമെയിൽ കാറ്റ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 5500 രൂപയാണ് ഈ ഫീമെയിൽ കാറ്റിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ നല്ല അടിപൊളി വൈറ്റ് കളറ് ഫീമെയിൽ കാറ്റിനെ അന്വേഷിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയതാണ്.
അഡൾട്ട് ക്യാറ്റ് ഓൺ ഹീറ്റിലാണ്. 5500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ഫീമെയിൽ ക്യാറ്റാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ജർമ്മൻ ഷിപ്പേഡിൻ്റെ നല്ല അടിപൊളി ലോങ് കോട്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. 1 മാസം കഴിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി പപ്പീസ്. 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ലോങ് കോട്ടാണ് വന്നിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജർമ്മൻ ഷിപ്പേഡിൻ്റെ നല്ല പപ്പീസിനൊക്കെ ലോങ് കോട്ടിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 12,000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. പാരൻസിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അവർ ചോദിക്കുന്നത് 2,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 2,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനവും ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ്. അതേപോലെ ഡീറ്റെയിലും കാര്യങ്ങളും അയക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.